ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു 10 വർഷത്തോളമായി ഏതാണ്ട് ഉറക്കത്തിലായിരുന്ന ഒരു കുട്ടിക്കൂട്ടം ഉണർന്നെണീറ്റിട്ടു. SFI സഫൈ അവർ റെഡിയാണ്, അവർ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരിപ്പോൾ നീറ്റ് പരീക്ഷയ്ക്കെതിരെയാണ് ഒരു കാരണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇനി പുതിയ കോൺഗ്രസ് സർക്കാർ വന്ന് അവരെന്തെങ്കിലുമൊക്കെ പരിഷ്കാരം കൊണ്ടുവരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമ അവർക്കില്ല. അവർക്കൊരു വിഷയം കിട്ടി. വോട്ടെണ്ണലിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഇടത് സൈബർ ഹാൻഡിലുകളിലെ ചില തീവ്രവാദ തീവ്ര നിലപാടുകാരായിട്ടുള്ള ഇടത് മുന്നണിയിലെ ചില ആൾക്കാർ എഴുതിയിട്ടുണ്ട്, നാളെ മുതൽ നിങ്ങൾ ഞങ്ങളുടെ സമരം കാണാൻ പോകും എന്നാ. 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ തൊട്ട് നാളെ എന്നിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, ഒരുത്തനെയും വെറുതെ ഇവിടെ ഒരു സമരം കൊണ്ട് ഇവന്മാരെ നശിപ്പിച്ചു കളയണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ SFIക്കാർക്ക് സ്ഥിരം ഒരു മുദ്രാവാക്യമുണ്ട്. സമസ്ത കേരള നായന്മാർക്കും SNDP ഏഴവർക്കും പാലായിലെ പാതിരിമാർക്കും എന്തൊക്കെ ഞങ്ങൾ പാണക്കാട്ടെ തങ്ങന്മാർക്ക് ഞങ്ങൾ വിദ്യാഭ്യാസം വിറ്റവരെ എന്നാണ്. ഈ കണ്ടവനെല്ലാം കൊണ്ടുവന്ന് വിറ്റ് വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരുത്തര വണ്ടിയിലും കയറ്റിക്കൊണ്ട് നടന്ന ഇതേ നേതാവിനെതിരെ വിരൽ കൊണ്ടാൽ പോലും കഴിയാത്ത SFIക്കാരാണ് ഇനി വീണ്ടും പ്രക്ഷോഭം നടത്താറങ്ങുന്നത്. മറന്നു, ഒരു സമരം ചെയ്യാൻ മറന്നു കാണും. അല്ല, സമരം ചെയ്യാൻ മറന്നില്ല. 2 ഗവർണർമാരുള്ളതുകൊണ്ട് ഇവരെ സമരം ഉണ്ടായിരുന്നു. ആർലേക്കറും മറ്റേ ആരിഫ് മുഹമ്മദ് ഖാനും കേരളത്തിൻ്റെ ഗവർണർമാരായിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ആർലേക്കർ ഇപ്പം നിലവിലെ ഗവർണറാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പറ്റിയ ആള്. അപ്പോൾ ഇവന്മാർ സമരമായിട്ട് ചെല്ലും, അങ്ങേര് വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങി എന്താണെന്നും പറഞ്ഞ് വെളിയിൽ ഇറങ്ങി വരും. ഇപ്പം നിലവിൽ ഈ 10 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നീറ്റ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിൻ്റെ സമരം അവിടെ നിൽക്കട്ടെ, അത് നടത്തേണ്ടതാണ്. അത് നടത്തുന്നതിനകത്ത് നമ്മളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ആ സമരം വളരെ നന്നായി മുന്നോട്ട് പോട്ടെ. അതല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സമരം ചെയ്യാൻ തക്കതായിട്ട് എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. അല്ല, അത് നേതാക്കന്മാർ ചെയ്യുന്ന വൃത്തിയോടല്ലേ. PM ശ്രീയിൽ ഒപ്പിട്ടു. PM ശ്രീ എൻ്റെ പട്ടി ഒപ്പിടുമെന്ന് പറഞ്ഞിരുന്ന ആളാണ് മന്ത്രി അപ്പൂപ്പൻ. തലേ മുണ്ടിട്ട് പതുക്കെ വേഗം ഒപ്പിട്ട് കൊടുത്തു. PM ശ്രീയിൽ ഒപ്പിട്ടു. അതായത് ദേശീയ ഗുണനില വിദ്യാഭ്യാസ പദ്ധതിയിലാണ്. PM ശ്രീ വരുമ്പോൾ കേന്ദ്രം പറയുന്നത് പോലെ തന്നെ നമ്മളിവിടെ വിദ്യാഭ്യാസം നടപ്പാക്കേണ്ടി വരും. ഇത് RSS അജണ്ടയാണ്, ഹിന്ദുത്വത്തെ ഇവിടെ ഒളിച്ചു കൊണ്ടുവരാനാണ് ഇതൊക്കെ പറഞ്ഞ് ഈ ഒരു സംഭവം നടന്ന ആൾക്കാർ PM ശ്രീയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ശിവൻകുട്ടി ഒപ്പിട്ടപ്പം എന്തുകൊണ്ട് ഇവർ സമരം ചെയ്യും? അല്ല, ശിവൻകുട്ടി അപ്പൂപ്പനെ കുറിച്ച് വേറെ ആരും കൂടെ പറയാനുണ്ട്. എനിക്ക് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് പ്രീ ഡിഗ്രി ബോർഡ് സമരം നടന്നത്. പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം മന്ത്രിസഭ ടി ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇവരങ്ങോട്ട് സമരം ആരംഭിച്ചു. സമരം എന്ന് പറഞ്ഞാൽ അന്തം വിട്ട ഭയങ്കര ഭീകരമായ സമരമാണ്. ശിവൻകുട്ടിയൊക്കെ ഇറങ്ങുന്നില്ല, ആ ചാർജ് ടിയർ ഗ്യാസ് പൊട്ടിക്കലും ബഹളവും ഒക്കെ ആയി. അപ്പോൾ നമ്മൾ കരുതി കൊള്ളാമല്ലോ, ഇപ്പോൾ ഇവരെ സമരം കൊള്ളാമല്ലോ. അത് കഴിഞ്ഞ് 96 നാനാ സർക്കാർ ഒന്ന് പാദം ചെയ്ത കാര്യം പ്രീ ഡിഗ്രി അങ്ങ് ഡീലിംഗ് ചെയ്തു. പ്രീ ഡിഗ്രി അതിൻ്റെ പേര് +2 നന്നായി കച്ചവടം നടത്തിയത്. അന്ന് എത്ര സ്കൂളുകളിലെല്ലാം വാരിക്കോരി +2 കൊടുത്തതിന്റെ ഫലമാണ് ഇപ്പോഴും. എന്താണ് പ്രശ്നം? ഇത് യാതൊരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാതാണ് ഇതിന്റെ ഒരു വികേന്ദ്രീകരണം നടന്നത്. അതായത് ഈ തെക്കൻ ജില്ലകളിൽ ഒട്ടുമിക്ക സ്കൂളുകളിലും ഡിവിഷൻ ഇല്ല. ഈ +2 ഡിവിഷൻ ഫോളാണ് ഇപ്പോഴും. അതെ, ഈ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ട്രെങ്ത് ഈ കുട്ടികൾക്കിടയിലില്ല. എന്നാൽ മലപ്പുറം പോലുള്ള ജില്ലകളിൽ കുട്ടികൾക്ക് സീറ്റില്ല. അപ്പോൾ എന്താണ് ഇവർ ചെയ്യേണ്ടത്? ജനസംഖ്യ കൂടുതലുള്ള, സീറ്റുകൾ കൂടുതലുള്ള ജില്ലകളിലേക്ക് സീറ്റുകൾ കൂട്ടിക്കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സീറ്റുകൾ റദ്ദാക്കണം. ഇവിടുത്തെ ബാച്ചുകൾ റദ്ദ് ചെയ്യണം. പക്ഷേ അപ്പോൾ എന്താണ് പ്രശ്നം? മിക്കതും സിംഗിൾ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ SNDP മാനേജ്മെൻറ്റ് എല്ലാവരെയും പരിപോഷിപ്പിച്ച് സൂചിപ്പിച്ച് ഇന്നാ പിടിച്ചോ ഒരു ബാച്ച്. ഇതിന് പിള്ളേർ വേണ്ടേ? അല്ല, അത് 96 സംഭവിച്ചതാണ്. സാമുദായിക സംഘടനകൾക്കെല്ലാം അവരുടെ സ്കൂളുകൾക്ക് പ്രശ്നം കൊടുത്തു. അല്ല, ഇതിനകത്ത് വേറെ കൊടുത്തു. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാതെ പോയ മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഓൾ പാസ് സംവിധാനം കൊണ്ടുവന്ന പോലും ഇവിടെ സീറ്റ് നിറയ്ക്കാൻ വേണ്ടി ആണ്. അങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം തകർന്നത്. അതായത് ഹയർ സ്റ്റഡീസിന് യോഗ്യത നേടുക എന്നാണല്ലോ പറയുന്നത്. ജയിച്ചോ തോറ്റോ റാങ്കോ അല്ലല്ലോ ഇപ്പോഴത്തെ. പിന്നെ EHS ആണ്, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ആദ്യം കൊണ്ടുവന്നത് DPEP ആണല്ലോ. ദാരിദ്ര്യവാസികളുടെ പിള്ളേർ എങ്ങനെയും പഠിച്ചോളൂ, ഞങ്ങളെ മക്കൾ നല്ല സ്കൂളിൽ പഠിച്ചോളും. അപ്പോൾ എന്താണ് നിലവിലത്തെ ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ വിദ്യാഭ്യാസ ഗുണനിലവാര തകർച്ച കാരണം എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കുട്ടികളെ മാറ്റി. എല്ലാവരുടെയും കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ശേഷിക്കുന്നത് അത്യാവശ്യം ആദർശം കാത്തു സൂക്ഷിക്കുന്നവരുടെ മക്കളും അത്യാവശ്യം വേറെ വിടാൻ പാടില്ലാത്തവരുടെ മക്കളും അങ്ങനെയുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഈ സർക്കാർ. ഏറ്റവും വലിയ നേതാവായിരുന്ന സമര പോരാളിയായിരുന്ന ഭീകരമായി മർദ്ദിച്ച് മുണ്ട് വരെ അഴിച്ച് നിർത്തിയിരിക്കുന്ന പടം പണ്ട് വന്ന P രാജുവിൻ്റെ
മക്കൾ പഠിച്ചത് രാജീവ് സ്കൂളിലാണല്ലോ. അതെ അതെ, മാതൃക കാണിക്കും അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഈ ഡിവിഷനുകൾ ഫില്ല് ചെയ്യാൻ ഇപ്പോൾ കുട്ടികളില്ല. ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഞാനൊക്കെ ഒരു സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അവിടെ കുട്ടികളില്ലാതെ അവർ വിഷമിക്കുകയാണ്. അതിപ്പോൾ 10ാം ക്ലാസ് ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ, ഈ കുട്ടികളില്ല. ഇപ്പോൾ ഇവരുദ്ദേശിച്ചത് 96-ൽ +2 കൊണ്ടുവരുന്നു. ആ +2 ബാച്ചുകൾ വാരിക്കോരി കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അന്ന് കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി അടർത്തി മാറ്റിക്കൊണ്ടതിന് സ്വാഭാവികമായിട്ടും +2ലേക്ക് ഒഴുക്കുണ്ടായി. അന്നത്തെ ഇത് വെച്ചിട്ട് ഇവർ ബാച്ചുകൾ കൂട്ടിക്കൊടുത്തു. അതിന് നന്നായിട്ട് കോഴയുമാണ്. അധ്യാപകരെ നന്നായിട്ട് കാശ് വെച്ചിട്ടുണ്ട്. ഈ പല ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോഴും പല അധ്യാപക നിയമനം സ്ഥിരപ്പെടുത്തിയിട്ടില്ലെന്നും പറയുന്നുണ്ട്. അതെ, പലയിടത്തും. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാരിക്കോരി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിദ്യാഭ്യാസ ഗുണനിലവാര തകർച്ചയെ തുടർന്ന് മാത്രമല്ല, ഈ ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ ആവിർഭാവത്തെ തുടർന്ന് കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നു. അവർ +2 വരെ അവിടെ ചേരാം. CBSE ICSE സ്കൂളുകളിലേക്ക് പോകാം. ഏതായാലും അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഇപ്പോഴും പിടിച്ചിട്ടില്ല. ഇല്ല, അഭിമന്യുവിന് പിന്നെ പൈസ എവിടെ ചോദിക്കാനുള്ള ആർജവന്മാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് തകർച്ചയ്ക്ക് ഇവിടെ വന്ന ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കി വെച്ചു. ഇതിനെതിരെ ഇവിടെ ഒരു സമരവും നടന്നിട്ടില്ല. ഇതിനെതിരെ സമരം നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ CPM-കാരാണ്. CPM-കാർ സമരം നടത്തിയത് അവരുടെ കാലത്ത് പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു, അല്ലെ +2 കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിനാണ് മറ്റുള്ളവരുടെ ഇത് ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ PM ശ്രീ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ ആ കുട്ടിയെ കൊന്നു തള്ളിയിട്ട് റാഗ് ചെയ്ത് കൊന്നു. നിതിൻ രാജ് ഈ അടുത്ത കാലത്ത് മരിച്ചു. എത്ര SFIക്കാർ സമരം ചെയ്തു? ഈ കഴിഞ്ഞ 10 വർഷത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടായി? കൺസ്ട്രക്ഷൻ വിഷയങ്ങളുണ്ടായി, മറ്റു പ്രശ്നങ്ങളുണ്ടായി. ഈ സർക്കാരിനെതിരെ സമരം നടത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായി, ഇല്ലേ? അതെ, അത് ഉന്നത വിദ്യാഭ്യാസം അടിയറ വെച്ചതിനെതിരെ. പിന്നെ സർട്ടിഫിക്കറ്റ് തിരുത്തി എത്ര പേര് പിന്നെ SFIക്കാർ കോളേജുകളിൽ അഡ്മിഷൻ മേടിച്ചു, ജോലി വാങ്ങിച്ചു. എത്ര അടുത്ത പിൻവാതിൽ നിയമനങ്ങൾ എവിടെയൊക്കെ നടന്നു. അതുപോലെ വിളന സാർ ഞങ്ങളുടെ HOD ആയിരിക്കുമ്പോഴാണ് സാർ വൈസ് ചാൻസലറായിട്ട് പോയത്. അദ്ദേഹത്തിന് ഡിഗ്രി വ്യാജമാണെന്ന് പറഞ്ഞ് ഇവർ തെരുവിൽ ഇറങ്ങി അദ്ദേഹത്തെ കോപ്പിയടി പിടിച്ചതിന് പേര് ഞാൻ പറഞ്ഞ ജീവിച്ചിരിപ്പില്ല, അവരുടെ പേര് പറയുന്നില്ല. പ്രധാനപ്പെട്ട നേതാവിന്റെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ പണ്ട് ആള് മാറി വെച്ച് പരീക്ഷ എഴുതും. വിചാരം കാര്യം അറിഞ്ഞുണ്ടെങ്കിൽ മിടുക്കനായ ഒരുത്തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരും, ശരിയാക്കുമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് എഴുതിക്കും. അങ്ങനെ എഴുതിച്ചത് അങ്ങ് പിടിച്ചു. വിളന സാർ കൃത്യമായിട്ട് അത് പിടിവീണു. അതിൻ്റെ പേരിൽ വിളന സാറിനെ അദ്ദേഹത്തിൻ്റെ ഈ പിടിക്കപ്പെട്ട നേതാവിൻ്റെ സമുദായ നേതാവിനെ കൊണ്ടുവരെ പറയിപ്പിച്ചു നോക്കി. അത് ഈ വിളന സാറിൻ്റെ ആ സമയപ്പെട്ട ആളാണ്, പറയിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞാൽ വഴങ്ങില്ലെന്ന്, എൻ്റെ ജീവിതം തകർത്താനാണ്, ഞാൻ വിടൂലെന്ന് പറഞ്ഞ് അദ്ദേഹം ഉറച്ചു നിന്ന് ആ നിലപാടെടുത്തപ്പോൾ പിന്നെ എന്ത് പറ്റി? പതുക്കെ സമരം അങ്ങ് തീർന്നു എന്ന് മാത്രമല്ല, വിളന സാറിനെ പിന്നെ അവിടെ AK സെൻ്റർ നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന ഏതൊരു അന്താരാഷ്ട്ര കോൺഗ്രസ്സിൽ വിളിച്ചുകൊണ്ട് വിശിഷ്ടാതിഥിയാക്കിയിട്ട് ഗോളാന്തരത്തിൽ അറിയപ്പെടുന്ന മാധ്യമ വിദഗ്ധനായ ഡോക്ടർ JV വിളവൽ വന്ന് സ്വാഗതം പറഞ്ഞ പിന്നീട് വലിയ നിലയിലെത്തിയ ഒരു നേതാവ് പറയുകയും കൂടെ ചെയ്തു. അതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ഇതാണ് നമ്മൾ പറയുന്നത് ഇവരുടെ കാപട്യം എന്ന് പറയുന്നത്. ഇതാണ് ഈ അതുപോലെ ഇദ്ദേഹത്തെ കരിയോയിൽ ഒഴിച്ചില്ലേ, ശ്രീനിവാസൻ സാറിന് മർദ്ദിച്ചു. കരിയോയിലല്ല, തള്ളി താഴെ. അതെന്തിനായിരുന്നു? ഉന്നത വിദ്യാഭ്യാസം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെതിരെയായിരുന്നു അദ്ദേഹത്തെ. അതിനുവേണ്ടി ചർച്ച സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള സമരം. നേതാവിന്റെ ഞാൻ എറണാകുളത്ത് SCMS താൽക്കാലിക ജോലിയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പിണറായിയുടെ മോടെ പഠിക്കുന്നുണ്ട്, വിവേകോടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാട്ടുകാരെ മക്കൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവർ പ്രൈവറ്റ് സർക്കാർ സ്കൂളിൽ പോയി പഠിച്ചു വരണം. പിന്നെ ജലദോഷം വന്ന അമേരിക്ക ചികിത്സയ്ക്ക് വന്നവരാണല്ലോ. അതെ, അപ്പോൾ ഇപ്പൊ ഈ സ്വിച്ചിട്ട പോലാണ് ആൾക്കാർ ചാടി ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഇന്നലെ വന്ന് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിന്റെ ഭാഷ കണ്ടു. ഇവരുടെ പ്രസംഗം ആർഷോയുടെയൊക്കെ ആ ഒരു ഗുണ്ടായുസത്തിന്റെ മൈൻഡുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോഴത്തെ SFIയുടെ. ഇന്നലെ ഒരു പയ്യൻ വന്ന് നിന്ന് പ്രസംഗിക്കുക, ഞങ്ങളെ അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിക്കും. അതാണ്, അതൊന്ന് ആലോചിച്ച് നോക്കി. അല്ല, മാത്രമല്ല വേറെ വിചിത്ര കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ 10 വർഷത്തെ ഈ ഭരണം കൊണ്ട് അല്ലെങ്കിൽ ഇവർ ഈ അഴിഞ്ഞാട്ടം കൊണ്ട് ഈ തെക്കൻ ജില്ലകളിലുള്ള SFI DFI നേതാക്കന്മാർ പോലും ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ണൂർ ഭാഷയാണ്. അതെ, അത് വളരെ വിചിത്രമായി തോന്നി എനിക്ക്. ഈ തെക്കൻ ജില്ലയിലുള്ള നേതാക്കന്മാർ സംസാരിക്കുന്ന കണ്ണൂർ ഭാഷ. കണ്ണൂരുള്ള പോലെ മഞ്ഞമുണ്ട്, ഒരു മഞ്ഞ നിറത്തിലുള്ള മുണ്ടുണ്ട്, അതെടുത്ത് വന്ന് ഈ കണ്ണൂർ ഭാഷ സംസാരിക്കുക. ഒരു പരകായ പ്രവേശം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ. ഞങ്ങൾ തെക്കൻ ജില്ലക്കാരൻ, ഞങ്ങൾ തനി മലബാറിൻ്റെ ആ വീര്യം ഉള്ള പോരാട്ട വീര്യമുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ഇപ്പം ഈ നടക്കുന്ന ഒരു ടെസ്റ്റ് ഡോസ് മാത്രമേ SFIക്കാരെ ഇറക്കിവിട്ടെ. ഇനി പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇറക്കി വിടുന്ന SFIക്കാരുടെ മുതിർന്ന നേതാക്കൾ, മൂത്ത സഖാക്കളും വീട്ടിൽ നിന്ന് സമരത്തിന് പിള്ളേർ പോകുന്നത് മനസ്സിലാക്കുന്ന രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. PDPP ആക്ട് കർശനമായിട്ട് നിലവിലുണ്ട്. പൊതുമുതലിന് എന്തെങ്കിലും നശീകരണം ഉണ്ടായാൽ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെക്കേണ്ടി വരും. അത് കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ ഭരണ UDF സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആള് ആംബിയറുള്ള നട്ടലുള്ളവരാണെങ്കിൽ
അടിച്ച് നിരപ്പാക്കിയതിന് ശേഷം അവരൊക്കെ പിടിച്ചകത്തണം. അത്ര വൃത്തികൾ അല്ല അവർ കാണിച്ചു. അത് അടിച്ചമർത്തുക തന്നെ വേണം. അടിച്ചമർത്തുക തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇത് വെറുതെ വിട്ട് കാര്യമില്ല. ന്യായമായ കാര്യത്തിൽ നിങ്ങൾക്ക് സമരം ചെയ്യാം. പക്ഷെ അക്രമ സമരങ്ങളാണെങ്കിൽ അത് അടിച്ചമർത്തുക. ഇത്രയും നാൾ സമരം ചെയ്തുകൊണ്ടിരുന്ന KSUക്കാരുള്ളൂ, ആകെ 4, 3, 7 പേരേ ഉള്ളൂ. അവര് പോലീസിന്റെ അടിയും കൊള്ളണം, യുവന്മാരുടെ അടിയും കൊള്ളണം. ആ ഒരു അവസ്ഥയായിരുന്നു. കാരണം ക്രമസമാധാനം നിയന്ത്രിക്കാൻ പോലീസ് പോരാന്നുള്ളൊരു തോന്നൽ ഇവരിറങ്ങുകയാണ്. ആരാ? CPM-കാരും അതുപോലെ DYFIക്കാരും SFIക്കാരും CITUക്കാരും ഒക്കെ ഇറങ്ങി പിള്ളേരെ അടിക്കുകയാണ് വഴി. ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുമുന്നണി സർക്കാർ കേരളം ഭരിക്കാൻ വരുമ്പോൾ അന്ന് അവർക്ക് ഭീഷണിയായിരുന്നു CITUവിൻ്റെ നടപടികളാണ്. അതപ്പോൾ അങ്ങ് CITUക്കാർ അവരെ വഴിക്ക് പോയി. ഇപ്പോൾ ഇവരെ കൊണ്ടാണ്, ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ടാണ് രക്ഷയില്ലാത്ത അവസ്ഥ എത്തിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ ഇനിയും കാണാൻ പോകുന്ന ഒരു കലാരൂപത്തിന് ഇന്നലെ തൊട്ട് തുടക്കമായിട്ടുണ്ട്. ജലപീരങ്കി എല്ലാം പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. ഇന്നലെ തൊട്ട് റെഡിയാക്കി അവരുടെ ഇതിനുണ്ടായിരുന്ന ബ്ലോക്കൊക്കെ മാറി നന്നായിട്ട് ജലപീരങ്കി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ അപഹാസ്യമായ സമരങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇനിയും ഈ 10 വർഷം സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ഈ കുട്ടി സഖാക്കൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൂട്ടത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളൊക്കെ ഉണ്ടല്ലോ, നേതാക്കന്മാർക്ക്, പഴയ സഭ നേതാക്കൾ, അവരെ കൊണ്ടുവന്ന് ഇംഗ്ലീഷിലും കൂടെ പ്രസംഗം നടത്തി ദേശീയ തലത്തിലും കൂടെ ഈ സമരം ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം.